വൃക്ഷങ്ങൾ എവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ രീതിയിലാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ 2 വീഡിയോകളും കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ വാസ്തുവിൽ ടെക്സ്റ്റ് ബുക്കുകളിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് എനിക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വീഡിയോ സീരീസ് ആണ്. അപ്പോൾ നമുക്ക് വൃക്ഷങ്ങളെ പറ്റി ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്നത് വീടിന്റെ കിഴക്ക് വശത്ത് ഇലഞ്ഞി, പേരാല്, പ്ലാവും, തെക്ക് വശത്ത് അത്തി, പുളി, കവുങ്ങും, പടിഞ്ഞാറ് ഏഴിലമ്പാല, അരയാല്, തെങ്ങ്, വടക്കുവശത്ത് പുന്ന, ഇത്തി, മാവ് ഇതാണ് വരേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ രണ്ടാമത് പറഞ്ഞ വീടിന്റെ 2 വശങ്ങളിലും പുറകുവശത്തും ഏതൊക്കെ വൃക്ഷങ്ങൾ അല്ലെങ്കിൽ ചെടികൾ വെക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. അതിനെപ്പറ്റി നമുക്ക് നോക്കാം. കുമ്പിൾ, കൂവളം, കടുക്ക, കൊന്ന, നെല്ലി, ദേവദാരു, പ്ലാവ്, അശോകം, ചന്ദനം, വേങ്ങ, ചെമ്പകം, കരിങ്ങാലി, വാഴ, മുല്ല, വെറ്റിലക്കൊടി തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് ഇതേപോലെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മൂന്നാമത് പറഞ്ഞാൽ ഇതിൽ തന്നെ കുമ്പിള്, കൂവളം, തെങ്ങ്, കവുങ്ങ്, പ്ലാവ്, മുല്ല, വാഴ എന്നിവ ഏത് സ്ഥലത്ത് വേണമെങ്കിലും വെക്കുന്നതിനകത്ത് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയുന്നത് സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും വീടിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അത് ദോഷമാണ് എന്നാണ് പറയുന്നത്. ആ വീടിൽ നിന്നും ഒരു 2 അകലത്തിലെങ്കിലും മാറി നിൽക്കണം എന്നാണ് പറയുന്നത്. ഈ 2 അകലം എന്ന് പറഞ്ഞാല് ആ ഒരു വൃക്ഷം വളർന്നു വരുമ്പോഴത്തേക്കും അതിന്റെ എത്രയാണോ സാധാരണ വരുന്നത് അതിന്റെ ഇരട്ടിയിൽ മാറി നിൽക്കണം എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ പറയുന്നത് പണ്ട് കാലഘട്ടങ്ങളിൽ ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായിരുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ വൃക്ഷങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതുകൂടെ കാണാം. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമന്റുകളും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വെള്ളിയാഴ്ച രാത്രി 8:30 ലൈവായിട്ട് ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാറിന്റെ അകത്ത് എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളും എഞ്ചിനീയറും ബിൽഡറും വീട് വെക്കാൻ പോകുന്ന ആൾക്കാരും കൂടെ ചേർന്നുള്ള ആ കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് റിസൾട്ട് ഇട്ടുള്ള 6 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ആ വെബിനാറിലും കൂടെ ജോയിൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.